ദാവീദിന്റെ സങ്കീർത്തനം. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തടികളിൽ അടന്നു എനിക്ക് വിശ്രമിക്കുന്നു.
പ്രശാന്തമായ ജലാശയിലേക്ക് നിന്ന് അവിടെ നിന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മണ്ണിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. Lord, I come, I confess, bowing here, I find my rest. Without you, I fall apart. You're the one that guides my heart. Lord, I need you. Oh, I need you. Every hour I need you. My one defense, my righteousness. Oh God, how I need you. Sin runs deep. Your grace is warm, where grace is found is where you are. Where you are, Lord, I am free. Holiness is Christ in me. Lord, I need you. Oh, I need you. Every hour I need my righteousness. Oh God, how I need. So teach my soul to rise. When temptations comes my way, when I cannot stand, I'll fall on you. Jesus, you're my hope and stay. Lord, I need you. Oh, I need you. Every hour I need you. My one defense, my righteousness. Oh God, how I need you. My one defense, my righteousness. Oh God, how I need you. My one defense, my എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും എന്നരുൾ ചെയ്ത ഈശോ, അങ്ങയുടെ ശരീരരക്തങ്ങൾ ഭക്ഷണപാനീയങ്ങളായി സ്വീകരിക്കാൻ അനുവദിച്ചതിന് അങ്ങയോട് ഞാൻ നന്ദി പറയുന്നു. അങ്ങയെ ആദ്യമായി സ്വീകരിച്ച് പ്രസാദപരാവസ്ഥയിൽ എന്നും സംരക്ഷിച്ചു കൊള്ളണമേ. ഗാബിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അങ്ങ് മാർഗദീപമാകണമേ. വഴിയും സത്യവും ജീവനും പ്രകാശവുമായ ഈശോയെ, അങ്ങയെ സ്വീകരിച്ച ഗാബിയെ അങ്ങയുടെ ചൈതന്യത്താൽ നിറയ്ക്കുകയും മറ്റുള്ളവർക്ക് ദീപമാക്കുകയും ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ ദൂഷിക്കുന്നു. ഞങ്ങളുടെ ഈ കുടുംബത്തിൽ അങ്ങ് രാജാവാണമേ. നിന്റെ സമാധാനം ഞങ്ങളുടെ കുടുംബത്തിൽ നൽകണമേ. ഞങ്ങളുടെ പ്രവർത്തികളെല്ലാം എല്ലാം ആസ്വദിക്കുകയും നിന്റെ സന്തോഷങ്ങളെ നിസ്തീരിക്കുകയും ഞങ്ങളുടെ സങ്കടങ്ങളിൽ ആശ്വസിക്കുകയും ചെയ്യണമേ. ഞങ്ങളാരെങ്കിലും അങ്ങ്
ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കൃത്യമുള്ളവരെയും ഇവിടെ നകന്നിരിക്കുന്നവരെയും സമ്മർദ്ദമായി നയിക്കണമേ. എന്നെ മരിച്ചുപോയും മക്കളെ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. സ്വർഗ്ഗത്തിലേക്ക് ആനിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹം തരണമേ. മാർസ്മിതാവും ഞങ്ങൾ ഉപേക്ഷിച്ച് അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും നിനക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യേശുവിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ അവദാനം പാടിടാം. ആ പൂജിതമാം
ഈ വിശേഷ ദിനത്തിൽ സമയം കണ്ടെത്തി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും വളരെ നന്ദിയോടെ നന്ദി പറയുന്നു. നമ്മുടെ സാന്നിധ്യങ്ങളുണ്ട്, ജിയോ, ചിക്കു, ഫാമിലി, അതേപോലെ എല്ലാവരും. അപ്പോൾ അവരെ പ്രാർത്ഥനകളും ആശംസകളൊക്കെ നേർന്നിട്ടുണ്ട്. അപ്പോൾ അവരെ പ്രാർത്ഥനയോടെ നന്ദിയോടെ ഓർക്കുന്നു. ഗബ്രിയേലിന്റെ ആഗമന സ്വീകരണം കഴിഞ്ഞ വർഷം മെയ് 12 കഴിഞ്ഞതാണ്. അതൊരു പള്ളിയുടെ വർഷത്തെ ഭാഗമായിട്ട് കഴിഞ്ഞതാണ്. ആ വയസ്സിൽ എല്ലാവരും കഴിഞ്ഞത്. ഇപ്പൊ നമ്മുടെ ചെറിയ ഒത്തുകൂടലാണ്. നമുക്കറിയാം, മാമോദിസയാണ് ആദ്യ ഉദാശയെങ്കിലും നമ്മുടെ അറിവോടും ആദ്യം സംസാരിച്ചും നമ്മൾ അപ്പം കിട്ടുന്ന എക്സൈറ്റ്മെന്റോട് നമ്മൾ ചെയ്യിക്കുന്ന ആദ്യത്തെ ഉദാശ ആഗമനം തന്നെയാണ്. അപ്പോൾ ഓരോ ഉദാശയുടെയും ആഘോഷത്തിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കുമ്പോൾ ആ ഉദാശയുടെ ഉത്സവം റിന്യൂ ചെയ്യാനുള്ള അവസരമാണ്. അതുപോലെ തന്നെ നമുക്ക് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ, നമ്മുടെ വ്യക്തിപരമായി അനുഗ്രഹിക്കട്ടെ, കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ നമ്മുടെ കാര്യപരിപാടിയിൽ അടുത്താണ്. നമുക്കിനി ലോങ് സ്ക്രിപ്റ്റിൻ്റെ ആവശ്യമില്ല. നമുക്കിനി ഒഫീഷ്യൽ പരിപാടിയിൽ കിടക്കാം. കേക്ക് കട്ടിങ്, ക്യാൻഡിൽ ലൈറ്റിംഗ് സെറമണി. അപ്പോൾ അതിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് ഞാൻ ജോലികൾ വിളിക്കുന്നു. First, we can invite our superstar, Gabriel. Next, we can invite Papa and Mama Radiation. അടുത്തതായി ഡാഡിയും അമ്മയും വേദിയേഷൻ കൊടുക്കുന്നു. Next, teacher by variation. Next, variation. Next, next time, variation. Congratulations and celebrations when I tell everyone that you're in love with me. Congratulations and jubilations. I want the world to know I'm happy as can be. Who would believe that I could be happy and contented? I used to think that happiness hadn't been invented, but that was in the bad old days before I met you. When I let you walk into my heart. Congratulations and celebrations when I tell everyone that you're in love with me. Congratulations and jubilations. I want the world to know I'm happy as can be. I was afraid that maybe you thought you were above me, that I was only fooling myself to think you'd love me. But then tonight you said you couldn't live without me, that round about me you wanted to stay. Congratulations and celebrations when I tell everyone that you're in love with me. മേലെ മിഴി നോക്കി ഞാൻ പാടാൻ വന്നിതാ, ചാരി കനിവോടെ നീ കേൾക്കാനില്ലയോ? പാരിൻ ഇരുൾ മായ്ക്കുമീ പൊന്നിൻ താരമേ,
എന്നിൽ നിറയേണമേ സ്നേഹനാളമേ. ആയിരം മേഘമാ കാവലാകണേ, പൈതലാമെന്നെയും കാത്തിടേണമേ. ആയിരം മേഘമാ കാവലാകണേ, പൈതലാമെന്നെയും കാത്തിടേണമേ. മേലെ മിഴി നോക്കി ഞാൻ പാടാൻ വന്നിതാ, ചാരെ കനിവോടെ നീ കേൾക്കാനില്ലയോ? നീറുമെന്നിലെ അലകൾ ശാന്തമാക്കുവാൻ തേടി വന്നു നീ വഴിമറഞ്ഞ രാത്രിയിൽ. കുരിശിൽ പിടയുമ്പോൾ എന്നെ ഓർത്ത നാഥ, ഹൃദയം മുറിയുമ്പോൾ എന്നെ തേടി നിൻ സ്നേഹം പാരിൽ ഇരുൾ മായ്ക്കുമീ പൊന്നിൻ താരമേ. എന്നിൽ നിറയേണമേ
അതിലുപരി ദൈവം നമുക്ക് ഇങ്ങനത്തെ ഒരു സാഹചര്യം നമുക്ക് കാണാൻ പറ്റിയുള്ള സാഹചര്യം ദൈവത്തിന് നന്ദിക്കായിട്ടുള്ളൊരു പാട്ട് ഞാൻ പാടാം.
ആത്മാവിൽ വരമരുളിയാലും ആപാദം കനിവരുളിയാലും യേശുവെന്നാത്മാവിലാദ്യ സങ്കീർത്തനം പാടുന്ന ദിവ്യസ്വരൂപം ഭൂലോക പാപങ്ങളെല്ലാം അകറ്റുന്ന കൈവല്യ സൂര്യപ്രകാശം ആത്മാവിൽ വരമരുളിയാലും ആപാദം കനിവരുളിയാലും യേശുവെന്നാത്മാവിലാദ്യ സങ്കീർത്തനം പാടുന്ന ദിവ്യസ്വരൂപം ഭൂലോക പാപങ്ങളെല്ലാം അകറ്റുന്ന കൈവല്യ സൂര്യപ്രകാശം ഈ വിശ്വമാകെ നിന്നെ സ്തുതിപ്പൂ ഈ വിശ്വമാകെ നിന്നെ സ്തുതിപ്പൂ ഹല്ലേലൂയ ഹല്ലേലൂയ ആത്മാവിൽ വരമരുളിയാലും ആപാദം കനിവരുളിയാലും ധ്യാന ജപനാദം പുതിയ വെളിവേലി തിരുവചനഗീതം പുതിയ വഴി കാട്ടി ധ്യാന ജപനാദം പുതിയ വെളിവേലി തിരുവചനഗീതം പുതിയ വഴി കാട്ടി ആ മാർഗമാണെന്റെ ആലംബം ദയാനിധേ
അപ്പോൾ നമുക്കറിയാം എല്ലാവരും നമ്മളോട് കൂടിയിരിക്കുന്നത് നമ്മുടെ ഗ്യാബിയുടെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ സെലിബ്രേഷൻ വേണ്ടിയിട്ടാണ്. കുറേ പേര് കുറേ ദൂരത്തു നിന്നൊക്കെ വന്നതുകൊണ്ടും ബ്ലോക്കൊക്കെ പെട്ട് ഞങ്ങൾ ലേറ്റ് ആയിട്ടാണ് ഇവിടെ എത്തിയത്. എന്നാലും ഞങ്ങൾ വരുന്ന വരെ പ്രോഗ്രാം തുടങ്ങാൻ കാത്തുനിന്നതിന് സ്പെഷ്യൽ താങ്ക്സ് ഫോർ ഡിനി ആൻഡ് ജിബൺ. വലിയ കാര്യമായിട്ടുള്ള കുറേ പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിലും അതിന് അത്ര ഓവറായിട്ട് ആൾക്കാരൊന്നുമില്ല. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ഞങ്ങളോട് ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ആൻസേഴ്സ് ചോദിക്കുന്നവരായാലും അറിയുന്നവർ ലെഫ്റ്റ് ഹാൻഡ് പൊക്കുക. കൈ പൊക്കിയത് ആരാണ് ആദ്യം ഉണ്ടെങ്കിൽ അവരായിരിക്കും ആൻസർ പറയുന്നതും. പിന്നെ ജിബയുടെ കുറച്ച് സമ്മാനങ്ങൾ വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അത് ജിബയുടെ ഉത്തരവാദിത്തമാണ്. ചോദ്യം മാത്രമേ ഞങ്ങളേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ജിബയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം തന്നെ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, നേരത്തെ ഇവിടെ ഡിനി ഇൻട്രൊഡക്ഷൻ എല്ലാവരും വെൽക്കം ചെയ്തപ്പോൾ ഗ്യാബിയുടെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ നടന്നത് എന്നാണെന്ന് പറഞ്ഞിരുന്നു. ഇന്നല്ലാതെ എല്ലാവർക്കും അറിയാം. അത് വീട്ടുകാരും ആരും അതിന് ആൻസർ പറയാൻ കൈക്കൊള്ളണ്ട. അതായത് ഇപ്പോൾ അവരുടെ ഫാമിലിക്ക് എല്ലാവർക്കും അറിയുണ്ടാവും എന്നാണ്. ഇവിടെ വന്നത് പറഞ്ഞത് ശ്രദ്ധിച്ചവർക്ക് മാത്രം അതിന് ആൻസർ പറയാൻ കൈക്കൊള്ളേ. മോൻ വീട്ടുകാരാണല്ലേ, ഒരു ഫാമിലിക്കാരാണല്ലേ. അപ്പം എന്നാണ് ഗ്യാബിയുടെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ കഴിഞ്ഞത്? ഞാൻ ഇവിടെ വന്നിട്ട് ഈ പറഞ്ഞപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. യെസ്, അവിടെ ഒരു മോൾ കൈപ്പൊക്കിയിട്ടുണ്ട്. വെരി ഗുഡ്. മെയ് 12-ാം തീയതിയായിരുന്നു ഗ്യാബിയുടെ ഹോളി കമ്മ്യൂണിയൻ. ഫസ്റ്റ് സമ്മാനത്തിന് അർഹനായത് അവരുടെ പേരെന്താ? ഏഞ്ചലോ പോൾ അല്ലേ? അപ്പൊ ഏഞ്ചലോ പോളിനാണ് സമ്മാനം. ദൈവം മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ വരം ഏതാണ്? ദൈവം മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ വരം ഏതാണ്? ചോറാക്കിയ കൈപ്പൊക്കെ അതല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആൻസർ പറയാൻ കൊടുക്കും. അങ്ങനെ സ്ഥിരമായിട്ട് കുസൃതി ക്വസ്റ്റ്യൻസ് പുസ്തകമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പോകാനാണ്. അതുപോലെ അതാ അങ്ങനെ പറഞ്ഞു. യെസ്, ആൻസർ ഇസ് വിവരം. നിങ്ങൾ വരം ആലോചിക്കുന്നതായിരിക്കും അല്ലേ? ദൈവം അങ്ങനെ ഒരു വരം കൊടുത്തിട്ടില്ല, വിവരം കൊടുത്തിട്ടുണ്ട് മനുഷ്യന്. നമുക്ക് കോമൺ സെൻസ് തന്നിട്ടുണ്ട്. അതാണ് ദൈവം മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ വരം. അപ്പോൾ അങ്ങനെ വലിയ ഇടികൊണ്ട് ജിയോമെട്രി ക്ലാസ്സിൽ കണക്ക് മാഷിനെ സഹായിക്കുന്ന രണ്ട് പെൺകുട്ടികൾ. ജിയോമെട്രി ക്ലാസ്സിൽ കണക്ക് മാഷിനെ സഹായിക്കുന്ന രണ്ട് പെൺകുട്ടികൾ. അവരുടെ ടീച്ചർ ആയിപ്പോയിട്ടുണ്ട്. രേഖലക്ഷ്മി. അവർക്ക് എന്താ പറയുന്നത്? രശ്മി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? രശ്മി ജിയോമെട്രി ക്ലാസ്സിൽ രശ്മി രേഖലക്ഷ്മി എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചത് ജിയോമെട്രി ലൈനാണ് രശ്മി പറഞ്ഞത്. ആണോ? ഞങ്ങളുടെ ഉദ്ദേശം ആൻസർ രേഖ ഓക്കെയാണ്. പിന്നെ അവർ പറഞ്ഞാണ് ഞങ്ങളുടെ എന്നെ മനസ്സിലാക്കി ബിപ്പൂന്നായിരുന്നു. അപ്പോൾ അത് കുഴപ്പമില്ല. രശ്മി പെൺകുട്ടികളുടെ പേരുണ്ട്. അപ്പൊ ആദ്യം ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വെച്ചിട്ട് എല്ലാം പറ്റുമോ? ചേച്ചിക്ക് വ്യക്തി കഴിഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യൻ. ഒരു മലയാളം സോങ്ങിന്റെ ഇംഗ്ലീഷിലേക്ക് ആക്കിയിട്ടുള്ള ലിറിക്സാണ് ഞാൻ വായിക്കുന്നത്. ഇംഗ്ലീഷ് പാട്ട് അങ്ങനെ പാട്ടില്ല, മലയാളം അങ്ങനെ പാട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കാം. പെട്ടെന്ന്
ചേച്ചിക്ക്